ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. കുറുമ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക്, 1 ക്യാരറ്റ്, 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 2 തണ്ട് കറിവേപ്പില, 1 തക്കാളി, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഗ്രീൻ ബീൻസ് ആണ്. ഇത് വെള്ളത്തെ ഇട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ആണ്. പിന്നെ 1 മുറി നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, എല്ലാം കൂടിയിട്ട് എടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ എങ്ങനെയാണ് കുറുമക്കറി വെക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുക്കർ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്നിങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള സവാള ഒന്ന് വാടി വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉരുളൻകിഴങ്ങും ക്യാരറ്റും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ ഇല്ല, അതിൻ്റെ പിന്നാലേക്കായിട്ടാണ് ഞാൻ ഓരോ സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിനെ അങ്ങനെ സമയം എടുത്ത് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് 2 മിനിറ്റ് ഇളക്കിയിട്ട് പിന്നാലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരപ്പാലും ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്രീൻ ബീൻസൊക്കെ നിൽക്കണില്ലേ, കണ്ടോ, ഗ്രീൻ ബീൻസൊക്കെ നിൽക്കണതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുക്കർ ആയതുകൊണ്ട് 1 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടിയും ഇരുന്ന് കുറുകും കേട്ടോ. ഇതിന് ടേസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം. ഉപ്പൊക്കെ പാകമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കാണാൻ പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷനുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അതുപോലെ ഒരു ചെറിയൊരു ടിപ്പാണ്, ഇപ്പോൾ അഥവാ നാളികേരമൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ആകുമ്പോൾ നാളികേരത്തിന് അത്രയും നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് കിട്ടുന്ന വരില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചില്ലേ, ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. നാളികേരപ്പാലല്ലാണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചില്ലേ. അപ്പോൾ നാളികേരപ്പാലിന് പകരം ഗ്രീൻ ബീൻസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ പകുതി നാളികേരപ്പാലുള്ള കാരണമാണ്. നാളികേരപ്പാൽ ഒട്ടും ചേർക്കണില്ലെങ്കിൽ ടേബിൾ സ്പൂണിൽ വ്യത്യാസം എടുത്താൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എങ്ങാനും നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവ് നല്ല കൂടുതലാണെങ്കിൽ നമ്മൾ സവാളയും ഉരുളൻകിഴങ്ങൊക്കെ അതിലൊക്കെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തല്ലോ, അതുപോലെ തന്നെ മൈദപ്പൊടിയുടെ അളവിലും നല്ലപോലെ വ്യത്യാസം വരുത്തിയാൽ മതി. തീരെ നാളികേരപ്പാൽ ചേർക്കണില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മൈദപ്പൊടിയിൽ വ്യത്യാസം വരുത്തുക. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ കറിയുടെ മുകളിൽ കുറച്ച് മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കഴിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.